ലൈംഗികാരോപണ വിവാദത്തിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ നടപടി കോൺഗ്രസ് സസ്പെൻഷനിലൊതുക്കി. പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സസ്പെൻഷൻ. ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജിവേണമെന്ന ഉറച്ച നിലപാടെടുത്ത നേതാക്കളെ അനുനയിപ്പിച്ചത്. പാർട്ടി കൂടുതൽ അന്വേഷണം നടത്തില്ല. എംഎൽഎ സ്ഥാനത്തുനിന്ന് രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമെന്ന നിയമോപദേശം നിർണായകമായി. ഒപ്പം കേസുള്ളവർ പോലും നിയമസഭാ അംഗത്വം രാജിവെച്ചിട്ടില്ലെന്ന ഒരു വിഭാഗം നേതാക്കളുടെ വാദത്തിനും പാർട്ടിയിൽ മുൻഗണന ലഭിച്ചു. രാജി ആവശ്യത്തെ പിന്തുണയ്ക്കാത്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ് എന്നിവരുടെ നിലപാടിനോട് കൂടുതൽ നേതാക്കൾ യോജിച്ചു. രാജി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ ഉപതെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടിയാണ് അനുനയിപ്പിച്ചത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഷൻ. ഇതോടെ രാഹുൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയിലെ അംഗമല്ലാതായി എന്നാണ് നേതാക്കളുടെ വാദം. കോൺഗ്രസ് പാർട്ടി നേതൃത്വം സമചിത്തതയോടെ ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം. ഇതിനിടയിൽ കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടായാൽ മൂന്നാം ഘട്ട നടപടി ഉണ്ടാകുമെന്ന് K മുരളീധരൻ മുന്നറിയിപ്പ് നൽകി. ഇത് അവസാനമായിട്ട് കണക്കാക്കണ്ട. ഇനി കൂടുതൽ പ്രതികരണങ്ങളും പരാതികളും വരുന്നതനുസരിച്ച് മൂന്നാം ഘട്ട നടപടിയും സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ നിന്നുണ്ടാവും. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവധിയെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തോട് പാർട്ടി നിർദ്ദേശിക്കും. എന്നാൽ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവില്ല. കേസും രേഖാമൂലം പരാതിയും ഇല്ലാതിരുന്നിട്ടും സസ്പെൻഡ് ചെയ്തത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ധാർമ്മികതയാണെന്ന വാദമുയർത്തി CPM വിമർശനങ്ങളെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് നീക്കം. മീഡിയ 1 തിരുവനന്തപുരം.